കേരളം വീണ്ടും ഒരു ദുരന്തത്തിനു കൂടി സാക്ഷിയാകുന്നു. ചൂരൽമലയിൽ രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിൽ 3 ഗ്രാമങ്ങളാണ് പൂർണ്ണമായും ബാധിക്കപ്പെട്ടത്. 100-ലധികം കടകളും വീടുകളും ഒരേ രാത്രിയിൽ മണ്ണിടിച്ചിലിൽ ഇല്ലാതെയാകുന്ന കാഴ്ച. ആയാ രണ്ടായിരത്തി 24 ചൂരൽമലയിലെ ഇൻസിഡൻറ്റോടുകൂടിയാണ് ഇന്ത്യയിലെ ആംഡ് ഫോഴ്സിൽ ഡോഗ് സ്ക്വാഡുകളിൽ ഫസ്റ്റ് കടാവർ ഡോഗ് മായയാണെന്ന് തന്നെ പുറത്തറിയുന്നത്. ആദ്യത്തെ ഒരു ബോഡി കിട്ടിയത് തന്നെ നമുക്കൊരു 3 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബോഡി അതിലാണ് നമ്മൾ ചൂരൽമലയിൽ തുടങ്ങിയത്. പിന്നെ അതിൻ്റെയൊക്കെ റിസൾട്ട് കൊണ്ടാണ് NDRF പോലും കേരള പോലീസിൻ്റെ അടുത്ത് കടാവർ ഡോഗിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അതിനെല്ലാം റീസൺ മായ തന്നെയാണ്. അവിടെ സ്മെല്ലുണ്ട് കേട്ടോ, ഇവിടെ സ്മെല്ലുണ്ട്. അങ്ങനത്തെ സീനൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് നമുക്ക് പാലക്കാട് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നു, മായനെ ഇറക്കി. മായ ആദ്യമൊക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, സ്മെല്ല് ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഏകദേശം നമ്മൾ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മായക്ക് പെട്ടെന്നൊരു ഇതുപോലെ മായ കാണിച്ചു. ഒരു ഇൻഡിക്കേഷൻ, റൈറ്റിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ പോലെ മായ കാണിച്ചു. കാരണം മായ വലത്തോട്ട് വലിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് തിരിഞ്ഞു. അപ്പം ഓഫീസേഴ്സും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഉൾക്കാടിലേക്ക് കയറുന്ന ഒരു പ്രതീതിയായിരുന്നു കാട്ടിൽ. കാരണം ഓട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി, കാരണം നമ്മൾ മുട്ടോളം കരികിലകൾ വീണ് കിടക്കുന്ന ഒരു കാടായിരുന്നു. അങ്ങനെ ഓടി ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ പോയി നിന്നു. മായ ഏതാണ്ട് സ്ട്രക്കായി നിന്ന പോലെ ആയിരുന്നു. അപ്പം ഓഫീസേഴ്സും ചോദിച്ചു, എന്താണ് മായയുടെ ഇൻഡിക്കേഷൻ, എന്താണ് മായ എന്താണ് പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്കും ഉത്തരവൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണ് മായ ഇങ്ങനെ നിന്നതെന്ന് നമുക്കും മനസ്സിലാകണില്ല. അത് കഴിഞ്ഞ് മായയുടെ നോട്ടം നോക്കിയപ്പോഴാണ് മായ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും പതിയെ മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു കാവിത്തുണി ഞാൻ കണ്ടു. അപ്പോൾ കാവിത്തുണിയിലൊരു ബ്ലാക്ക് ഷെയ്ഡ്. അപ്പോൾ അതൊരു മമ്മിഫിക്കേഷൻ ആയിരുന്നു, ഒരു ഡെഡ് ബോഡിയാണ് ആ കിടന്നിരുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 12 ദിവസം പഴക്കമുള്ളൊരു ബോഡി നല്ല കറുത്ത് ഷെയ്ഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഓഫീസേഴ്സിനും അത്ഭുതമായി. ഇങ്ങനെ ഒരു റിസൾട്ട് ഓഫീസേഴ്സും നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അന്നത്തെ ഹീറോ എന്തായാലും മായ തന്നെയാണ്. ഹലോ, കനേസ്കോട് കൊച്ചി സിറ്റി. ഓക്കെ സാർ, റെഡിയാണ് സാർ.